മക്കളെ, എല്ലാവരും ഈ അടുത്ത് വന്ന പത്രവാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സ്കൂൾ പരീക്ഷയിൽ മാറ്റം വരുന്നു, ചോദ്യപേപ്പറിന്റെ രീതിയിൽ കുറേ മാറ്റങ്ങൾ ഇപ്രാവശ്യം നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളത്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് എന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഈ ഓണപരീക്ഷയുടെ ഒരുക്കത്തോടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ വെച്ച് വേണം നിങ്ങളുടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കാൻ. കാരണം നമ്മുടെ പുതിയ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ കാണാപ്പാടം പഠിച്ച് എഴുതുന്നു എന്നുള്ള രീതി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി ഒരു ചോദ്യം വന്നാൽ അത് എങ്ങനെയാണ് അതിന്റെ ആൻസർ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റിയും നിങ്ങളുടെ ആ ഒരു മെന്റൽ എബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇനി വരാൻ പോകുന്ന ചോദ്യപേപ്പർ വരാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ നീറ്റ് ജെഇ ഓറിയന്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാം, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും വരാം. അതായത് അസേർഷൻ റീസൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അത് ശരിയാണോ തെറ്റാണോ, അതിന്റെ റീസൺ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള ഹയർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങളെ തയ്യാറെടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഈ വരുന്ന ഓണപരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാത്രമല്ല മാത്സ് പോലത്തെ അതുപോലെ ഫിസിക്സ് ഒക്കെ പോലത്തെ ക്വസ്റ്റ്യൻസിലും നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ വെറുതെ ഒരു ഫോർമുല കാണാതെ പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കി എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലാക്കിയാൽ ഇപ്രാവശ്യത്തെ ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി പഠിക്കുന്ന ദിവസം നിങ്ങൾ നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും ഈ ഒരു പ്രോപ്പർ അലൈൻമെന്റ്, ചോദ്യപേപ്പറിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ അറിഞ്ഞ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ്, റിവിഷൻസ് ഒക്കെ നമ്മുടെ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രീഡം ഓഫറിലുള്ള കാര്യം അറിയാലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് പുതിയ പാറ്റേൺ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം, റിവിഷൻ നടത്താം. അത് മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിങ്ങൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ് ഓണപരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. തകർത്ത് തന്നെ നമുക്ക് പഠിക്കാം. ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു വർഷം മാത്രമല്ല മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഡ്രീമും കൂടെ മനസ്സിലാക്കി തന്നെ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓണം എക്സാം.